ഹായ് ഹലോ. മിൽക്ക് സോസിൽ ഡിപ്പ് ചെയ്തിരിക്കണ കേക്കാ. ഞാനിത് നാട്ടിൽ പോയപ്പോ ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അയ്യന്റെ മോനെ, ഏത് കേക്കാ കുഞ്ചു നമ്മളിന്ന് ഉണ്ടാക്കണേ? അതിന്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടായി പറഞ്ഞാലേ പാവയ്ക്ക ജ്യൂസ് പോലെ ഉണ്ടല്ലേ. അമ്മേ, ക്രീമെല്ലാം മിൽക്ക് സോസ് ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞല്ലേ, കുറച്ച് കാലം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഐറ്റമാണിത്. ഞാനിത് ഉണ്ടാക്കി പറഞ്ഞല്ലോ കേട്ടോ, ഭയങ്കര ടേസ്റ്റാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സോ വെൽക്കം ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഹായ് ഹലോ, എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇവിടെ ഒരു ബേക്കിംഗ് ഡേ ആണ്. കുറേ ദിവസമായി ഒരു കേക്ക് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കണം. അപ്പൊ ഇന്ന് ആ കേക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൂടി കൊണ്ടുവരാണ്. ഞാനിത് നാട്ടിൽ പോയപ്പോൾ ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അന്ന് ഞാൻ വിചാരിച്ചതാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഒക്കേഷനൊന്നും വരാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെയും കൂടി ആ കേക്ക് ഒന്ന് ഉണ്ടാക്കി കാണിക്കാന്ന്. ഏത് കേക്കാ കുഞ്ചു നമ്മളിന്ന് ഉണ്ടാക്കണേ? പിസ്ത ഫ്ലേവറിലുള്ള ഒരു ഡ്രസ് ലെച്ചസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. നമുക്ക് സമയം കളയാണ്ട് തുടങ്ങിയാലോ. ഇന്നലെ ഞാൻ ഇതിന്റെ സ്പഞ്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലേവർ ആഡ് ചെയ്തല്ല ഞാൻ ചെയ്തേക്കണേ, ഒറിജിനൽ പിസ്ത പൊടിച്ചെടുത്ത് ഞാൻ ചെയ്തേക്കണ കേക്കാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സോ വെൽക്കം ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. നമ്മൾ ഇൻട്രോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് മുഴുവൻ പറയാൻ സമ്മതിച്ചില്ല. ഈ കേക്കിന് വേണ്ട ഈ സ്പഞ്ച് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാ. ഇതില് ഞാൻ ഒറിജിനൽ പിസ്ത നട്ട് പൊടിച്ച് ചെയ്തേക്കണത്, അല്ലാതെ ലിക്വിഡ് ഫ്ലേവർ ആഡ് ചെയ്ത് ചെയ്തേക്കണ കേക്ക് അല്ല. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ കേക്കിന്റെ വേറൊരു പ്രത്യേകത, ഇത് മിൽക്ക് സോസിൽ ഡിപ്പ് ചെയ്തിരിക്കണ കേക്കാ. അപ്പൊ ഇനി ആ മിൽക്ക് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ ചെയ്ത സ്പഞ്ച്. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് ഞാൻ ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു ഷെയ്ഡിൽ വരുന്നത്. അത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്ത. അപ്പൊ നമുക്ക് മിൽക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ, മെയിൻ പിസ്ത, അതുപോലെ കണ്ടൻസ് മിൽക്ക് മധുരമുള്ള നല്ല ഇതിനുള്ളത്, പിന്നെ ഒരു 1/2 കപ്പ് പാല്, അതുപോലെ ഇതാണ് ഇതിൻ്റെ അകത്തെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്, ഇവാപ്പറേറ്റഡ് മിൽക്ക്. ഇതിന് ഇവിടെ ഇപ്പോൾ ഈ പാക്കറ്റിലാണ് ഇത് കിട്ടണത്. കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞു തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇതിന് മധുരം ഉണ്ടാവില്ല, അതേസമയം ഈ കണ്ടൻസ് മിൽക്കിന് മധുരം ഉണ്ടാവും. അതാണ് ഇവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ് മിൽക്കും തമ്മിൽ വ്യത്യാസം വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ മിക്സിയിലേക്ക് ഇടുന്നു, അടിച്ചിട്ട് ഞാനിത് അരിച്ചെടുക്കും. കാരണം ഇതിൻ്റെ ഈ തൊണ്ടിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ അരിച്ചെടുത്തിട്ട് ഈ കേക്കിൻ്റെ മീതയ്ക്ക് ഒഴിച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കും. അതിനുശേഷം പുറത്തേക്ക് എടുത്തിട്ട് ക്രീം വയ്ക്കേണ്ടവർക്ക് വച്ച് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പം ഞാനൊക്കെ ക്രീം വയ്ക്കേണ്ട കേട്ടോ, അത് വച്ച് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇതൊക്കെ കണ്ടൻസ് മിൽക്കൊക്കെ നമ്മുടെ ആവശ്യത്തിന് മധുരം വേണ്ട എന്തോരം വേണം അതുപോലെ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഒക്കെ ഒഴിക്കണുള്ളൂ. അത്രയും മധുരം മതി എന്ന് വിചാരിച്ചിട്ടാണ്. മധുരം കുതിച്ച് ഇങ്ങനെയുണ്ടോ മധുരത്തിന് കൊതി. ഇവാപ്പറേറ്റഡ് മിൽക്കും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. അതൊരു ഞാൻ 340 ml ആണ് ആ ഒരു ബോക്സ് കണ്ടത്. അതിൻ്റെ അകത്ത് ഒരു 250 ml ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കേട്ടോ. ഇനി ഇത് കടിച്ചിട്ട് ഇതിൻ്റെ മീതയ്ക്ക് ഒഴിക്കും. ആ മിൽക്ക് സോസ് ഞാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടായി പറഞ്ഞാലേ പാവയ്ക്ക ജ്യൂസ് പോലെ ഉണ്ടല്ലേ. പക്ഷെ അല്ലാട്ടോ, അത് നല്ല ടേസ്റ്റാണ്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫോർക്ക് എടുക്കാം. നേരെ നമ്മൾ ചെയ്ത് വെച്ചാണ് സ്പഞ്ചിൽ കുറച്ച് ഓട്ടാസ് ഇട്ട് കൊടുക്കാം. ഇതിലാണ് ഈ കേക്കിൻ്റെ സകലതും ഇരിക്കുന്നത്.
ഇപ്പം ഈ മിൽക്ക് സോസ് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ആ ക്രീമൊക്കെ ഒഴിച്ച് ക്രീമല്ല മിൽക്ക് സോസ് ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു, കഴിക്കുന്നു. നോക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ, കുറച്ച് കാലം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഐറ്റമാണിത്. കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ആയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. ആ ഇതിലിങ്ങനെ സോക്ക് ചെയ്തിരുന്നിട്ടെ അതിന്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ട. കഴിച്ചോക്കാം. കുറച്ച് ഇതിന്റെ ഈ സോസും കൂടി ഇതിന്റെ മീതെ ഒന്ന് ഒഴിച്ചിട്ട് കഴിച്ചോക്കാട്ടോ. പിള്ളേരവിടെ വെയിറ്റിംഗ് ആണ് കഴിക്കാൻ. ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തരാതെ പറഞ്ഞ വൃത്തിയാക്കാം. അമ്മേ, സോ ടേസ്റ്റി. ഓ മൈ ഗോഡ്. ഓ, പിസ്തയുടെ ഫ്ലേവറൊക്കെ. ഇവിടെ ഒരു ഐസ്ക്രീം കിട്ടും ഓൾഡ് ടൗണില്, പിസ്തയുടെ ഫ്ലേവറിലുള്ള. ഓ, അതേ ടേസ്റ്റ് പോലെ തോന്നുന്നു എനിക്ക് കഴിച്ചിട്ട്. ഞാനിത് ഉണ്ടാക്കി പറയണല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാ. എന്നാ ഞാൻ പിള്ളേർക്ക് കട്ട് ചെയ്ത് കൊടുക്കട്ടെ, അവരുടെ കൂടെ ചോദിച്ചു നോക്കാം നമുക്ക്. സ്പൂണിന് വേണ്ടിയുള്ള അടിയാണ് ഇവിടെ. സത്യമായിട്ട് നല്ലതാണ്. ഇവൻ പറഞ്ഞത് ഒറിജിനൽ ആയിരിക്കട്ടെ. ഇവിടെ എനിക്ക് എങ്ങനെയാന്ന് അത്ര, കുഞ്ചുവിന് പിസ്ത അത്ര ഇഷ്ടമല്ലാത്ത ആളാ. പക്ഷെ ഇത് കഴിക്കണ്ട കേട്ടോ. എന്താന്ന് പറഞ്ഞൂടാ, നല്ലാണോടി. ഒരു കുഞ്ഞു പീസൊക്കെ കൊടുക്കട്ടെ. അത് കേക്ക് കഴിക്കാൻ പോവാണോ? പായോർക്ക് നല്ലാണോ അടി? നല്ല ഇഷ്ടായാ? സൂപ്പറാണോ? ഓ, ടേസ്റ്റ് എങ്ങനെയുണ്ട്? എല്ലാരും ട്രൈ ചെയ്യണമെന്ന് പറ. എല്ലാരും ട്രൈ ചെയ്യണം. ഞാൻ കട്ട് ചെയ്ത് തരാം. തരാം. അപ്പൊ ഞാനേ ഇത് ഇവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് വേറെ ഇതിലേക്ക് ആക്കിയില്ലെങ്കിലേ ഒക്കെ കുളമാകും. അപ്പൊ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ.